ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്പൂൺ ആൻഡ് സ്കെച്ച് വിത്ത് അഖില. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഉപ്പേരി. ഞാൻ ഉണ്ടാക്കിയ പേരാണ് ചിക്കൻ ഉപ്പേരി എന്ന്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇടാം കേട്ടോ. ചിക്കൻ തോരനോ ചിക്കൻ വളർത്തിയതെന്നോ സ്വപ്നക്കൂടിൽ ജയസൂര്യ പറഞ്ഞ പോലെ ചിക്കൻ സാമ്പാറെന്നോ എന്ത് വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചിക്കൻ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വന്നിട്ട് സംസാരിക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ളത് 1 കിലോ ചിക്കൻ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുക്കറിലാണെങ്കിൽ 2 വിസിലടിച്ച് വേവിച്ച് കൈകൊണ്ട് ഇങ്ങനെ ചെറുതായി പിച്ചിയെടുക്കുക. മിക്സിയിലിട്ട് അടിക്കുകയൊന്നും ചെയ്യരുത്, കൈകൊണ്ട് തന്നെ പിച്ചിയെടുക്കണം. ഇതിലേക്ക് 5 സവാള ചെറുതായി അരിഞ്ഞത്, 2 വെളുത്തുള്ളി ചെറുതായി ഇതുപോലെ അരിഞ്ഞത്, പിന്നെ ഉണക്കമുളക് ഇങ്ങനെ ഈ വലുപ്പത്തിൽ പൊട്ടിച്ചെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കരുത്, ഇതുപോലെ ചെറുതായി തന്നെ അരിഞ്ഞെടുക്കണം. പിന്നെ അതിലേക്ക് അരമുറി തേങ്ങ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തത്, അതിലേക്ക് 3 തക്കാളി ചെറുതായി ഇങ്ങനെ അരിഞ്ഞെടുത്തത്, പിന്നെ പൊടികളായിട്ട് ചിക്കൻ മസാല, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇങ്ങനെ ചതച്ചെടുത്ത പോലെ ആയിരിക്കണം, നന്നായി പൊടിച്ചെടുക്കരുത്. ഇനി നമുക്കൊരു വലിയ പാൻ എടുത്ത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് അടുപ്പ് ഓണാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ആദ്യം ചേർക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്താണ്. ഇത് 2 മിനിറ്റ് ഇളക്കി കൊടുത്ത് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഇഞ്ചി, അതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പിന്നെ നമ്മൾ പൊട്ടിച്ചു വെച്ചിട്ടുള്ള ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു 2 മിനിറ്റ് നന്നായി ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് എന്ന് വെച്ചാൽ നമ്മൾ വേവിച്ചെടുത്ത ചിക്കനിൽ എത്ര ഉപ്പുണ്ടോ എന്നതിനനുസരിച്ച് ഇതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ഉപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അത് ഈ വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചെടുത്തത് ചേർക്കണം. അതിനുശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് ഈ ഒരു കളറിലായി വരണം കേട്ടോ ഈ സവാള. ഇതിൽ കൂടുതൽ നമ്മൾ വഴറ്റിയെടുക്കരുത്, ഈ ഒരു പരുവം മതി, കാരണം നമുക്ക് കഴിക്കുമ്പോൾ ഒരു കടിക്കാനുള്ള രൂപത്തിൽ വേണം. ഇതിലേക്ക് ഇപ്പോഴാണ് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കേണ്ടത്. ഇതെല്ലാം കൂടി ഒരു 3 മിനിറ്റ് നന്നായി ഇളക്കുക. ശ്രദ്ധിക്കുക, തക്കാളി വല്ലാതെ ഉടഞ്ഞു പോവാതെ നോക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. കാരണം ഇതിലേക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ടി കുരുമുളക് പൊടിയും ഉണക്കമുളകും നമ്മൾ ചേർത്തിട്ടുണ്ട്. കൂടുതൽ എരിവ് ഇഷ്ടമല്ലാത്തവർക്ക് ഇവിടെ മുളക് പൊടി ചേർക്കുന്നത് ഒഴിവാക്കാവുന്നതാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും ചേർക്കുക. എന്നിട്ട് നമ്മളൊരു 4 മിനിറ്റ് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് പിച്ചി വച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി എല്ലാം യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഉപ്പേരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ വച്ചതിന് ശേഷം ഇതാ ചിക്കനും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുള്ള രൂപത്തിലാവണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചിക്കൻ ഉപ്പേരി റെഡിയായി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ വെറുതെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പക്ഷെ ഞാൻ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെയാണ്. ഒരു റാപ്പോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയോ എടുത്ത് അതിലേക്ക് മയോണൈസും KFCയിൽ നിന്നും കിട്ടുന്ന സ്പൈസി സൂപ്പർ ചാർജറും ഇട്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് ഈ ചിക്കൻ ഉപ്പേരി ഇട്ട് റോൾ ചെയ്താണ് ഞാൻ കഴിക്കാറുള്ളത്. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഐറ്റം എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ ഈ ചിക്കൻ ഉപ്പേരി ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് മോർണിംഗ് വർക്കിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ റാപ്പായി കഴിച്ചാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം ഞാനിത് പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഭവമാണ്. ഡിഗ്രി പഠിക്കുമ്പോൾ NSS ക്യാമ്പിന് പോയായിരുന്നു, 7 days ക്യാമ്പ്. അപ്പോൾ 50 പേരടങ്ങുന്ന 2 യൂണിറ്റ്സ് ആയിരുന്നു. അപ്പോൾ ടോട്ടൽ 100 പേര് പ്ലസ് ടീച്ചേഴ്സ്, ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബിഗ് ബോസിലെ പോലെ ഓരോ ഗ്രൂപ്പിനും ഓരോ ദിവസം ഓരോ വർക്കായി. അങ്ങനെ ഞാനുണ്ടായിരുന്ന ഗ്രൂപ്പിന് കുക്കിംഗ് ഡേ കിട്ടിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഞങ്ങൾ കാര്യമായിട്ട് ഉണ്ടാക്കി.
അപ്പൊ ഇതിന് ഓരോ ബഡ്ജറ്റ് ഉണ്ടായിരിക്കുമല്ലോ, ഒരു ദിവസം എത്ര ചെലവാക്കണം എന്നൊക്കെ. പക്ഷെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് ഒക്കെ തീർന്നു കേട്ടോ. അപ്പൊ നൈറ്റ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയതാട്ടോ. പക്ഷെ അതിനുള്ള ബഡ്ജറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ലഞ്ചിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയിരുന്ന കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചിക്കൻ കൊണ്ട് ഒരു 100 പേർക്ക് ഒന്നും ഉണ്ടാക്കാൻ ഉള്ളതും ഉണ്ടായിരുന്നില്ല. കറിയോ ചിക്കൻ കറിയോ അങ്ങനെ ഒന്നും ഉണ്ടാക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കൊണ്ടുവരണമെന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് കഞ്ഞി ഉണ്ടാക്കാന്ന് കരുതി. കഞ്ഞിയും ചമ്മന്തിയും പപ്പടം ഉണ്ടാക്കാന്ന് കരുതി. അതിൽ കൂടെ ഒരു ഉപ്പേരി പോലെ കുറച്ച് ചിക്കൻ ഉണ്ടല്ലോ, അപ്പൊ ചിക്കൻ ഉപ്പേരി ഉണ്ടാക്കാന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു ചിക്കൻ ഉപ്പേരി ഉണ്ടാക്കിയതാട്ടോ. എന്നിട്ട് ഞങ്ങള് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ പറഞ്ഞ പോലെ ലൈറ്റൊക്കെ ഓഫാക്കി മെഴുകുതിരിയൊക്കെ കത്തിച്ച് കഞ്ഞിയും ചിക്കൻ ഉപ്പേരിയും പപ്പടം ആയിട്ടാണ് കഴിച്ചായിരുന്നത്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ട് എനിക്ക് ബെസ്റ്റ് കുക്കിംഗ് അവാർഡൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പരീക്ഷിച്ച് ജയിച്ച ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ.